സത്യം ശൗലിനെ എപ്പോഴും മനസ്സിൽ ബോധ്യപ്പെടുത്തിയായിരുന്നെങ്കിൽ ശൗൽ അങ്ങനത്തെ തെറ്റുകൾ ശൗൽ ചെയ്യില്ലായിരുന്നു. ചെയ്യുമായിരുന്നെങ്കിലും ശൗൽ ശരിക്കും റിപ്പൻറ്റ് ചെയ്തേനെ. സോ വി സീ ഇറ്റ്സ് എ വെരി ഫൗണ്ടേഷണൽ ക്വസ്റ്റ്യൻ. ഇന്നലെ ഞങ്ങൾ കുറച്ച് പേര് ഈ ഐഡൻറ്റിറ്റി എന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ ഈ കുറച്ച് നാളായിട്ട് ചിന്തിക്കുന്നുണ്ട്. കുറച്ച് ബ്രദേഴ്സ് എസ്പെഷ്യലി ഹിയർ ഇൻ കൊച്ചിൻ വി ബീൻ തിങ്കിങ് അബൌട്ട് ദിസ് തിങ് ആൻഡ് എങ്ങനെ ഇത് നമ്മുടെ സഭകളിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കണം, എസ്പെഷ്യലി യങ് വൺസ്, അവരോടിത് സംസാരിക്കണം എന്ന സംഭവം നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ കണ്ട ഒരു സാധനം, സംതിങ് കോൾഡ് ദ ഗോസ്പൽ കാരവൻ. ഈ ഗോസ്പൽ കാരവൻ എന്ന് പറയുന്നത് എല്ലാ വർഷം ഓരോ സിറ്റിയിൽ പോയിട്ട് 3 ദിവസത്തെ പരിപാടി നടത്തും. നല്ല മ്യൂസിക് കാണും, പ്രൊഫഷണൽ മ്യൂസിഷ്യൻസ് ആണ് പാടുന്നത്. ആൻഡ് എല്ലാ ചർച്ച് വിഭാഗം, എസ്പെഷ്യലി ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസ സമൂഹങ്ങളിൽ നിന്ന്, ബ്രദറൻ, പെനക്കോസ്റ്റൽ, ബാപ്റ്റിസ്റ്റ്, പല ചർച്ച് വിഭാഗങ്ങളിലുള്ള നല്ല സ്പീക്കേഴ്സാണ് അത് സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം അത് നടന്ന തിരുവല്ലയിൽ ആണ്. ജോർജ് കോശി അങ്കിളാണ് അത് ഇനിഷ്യേറ്റ് ചെയ്തത്. നെക്സ്റ്റ് മന്ത് അല്ല, ഇറ്റ്സ് ഓൺ 26 to 28 ഡിസംബർ അത് നടക്കാൻ പോകുന്ന ഗോസ്പൽ കാരവൻ നടക്കാൻ പോകുന്നത് നമ്മുടെ കൊച്ചി വെച്ചാണ്. ആൻഡ് അതിൽ ഒരു സ്പീക്കറാണ് നമ്മുടെ ജോയ് ജോൺ അങ്കിൾ. ഹി ഈസ് മൈ പ്രൊഫസർ ടു. So he is going to come, and I think Emmanuel Henry is going to sing. And there are going to be 4 or 5 speakers, 3 days of really good meetings. Our discuss ചെയ്യാൻ പോകുന്ന topic is identity. It's amazing how this topic is catching fire, because this topic is at the root of all problems. നമ്മൾ ഐഡൻറ്റിറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ 2 രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, വാട്ട് am I doing? Okay, what am I doing? That is the first way of thinking about my identity. If you ask me എൻ്റെ ഐഡൻറ്റിറ്റി എന്തുവാ, I can obviously think, okay, I'm a full-time God servant, I'm a Bible teacher, I can say all of that. I'm a seminarian, അല്ലെങ്കിൽ I'm a theologian. ഇതൊക്കെ എനിക്ക് പറയാം, because that are the things that I'm doing right now. So that is the first way of thinking about identity. What am I doing? ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്, പണ്ടൊക്കെ നമ്മുടെയൊക്കെ ഐഡൻറ്റിറ്റി നമ്മുടെ ഫാമിലിയാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. ഒരു ഡോക്ടർ പറയുന്നത് എൻ്റെ മോനെ ഡോക്ടറാക്കണം, വല്ലൊരു എൻജിനീയർ പറയും എൻ്റെ മോനെ എൻജിനീയർ ആക്കണം, അല്ലെങ്കിൽ ഫാദേഴ്സാണ് സാധാരണ പറയുന്നത് എൻ്റെ മക്കൾ എന്തായി വരണമെന്ന്. സ്ത്രീകൾക്ക് പണ്ടത്തെ നാളുകളിലൊക്കെ അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുക, മക്കളെ പ്രസവിക്കുക. എത്ര കൂടുതൽ മക്കളെ പ്രസവിക്കുന്നോ, ദേ ബിക്കം മോർ സ്ട്രോങ്. ദാറ്റ് വാസ് ദി ഐഡൻറ്റിറ്റി ബാക്ക് ദെൻ, especially in 1400s, 1500s. That was the identity. And ഞാനൊക്കെ വളർന്ന് വന്ന സമയത്ത് ഐഡൻറ്റിറ്റി നമ്മൾ സ്വയമേ ഒന്നും ചിന്തിച്ചിട്ടില്ല, കൂടുതലൊന്നും ചിന്തിച്ചിട്ടില്ല. ഇറ്റ് ഈസ് വാട്ട് ദ പേരൻസ് സേ ഇസ് വാട്ട് വി ഡു. പക്ഷേ ഇന്നതൊക്കെ മാറി. ഓക്കെ, ഇന്നതൊക്കെ മാറി. ഇന്നിപ്പോൾ എൻലൈറ്റൻമെൻ്റ് ആയി, പോസ്റ്റ് മോഡേൺ വേൾഡായി. ഇപ്പോഴത്തെ ഐഡൻറ്റിറ്റി ക്വസ്റ്റ്യൻ എന്തുവാണെന്നറിയോ? വാട്ട് ആം ഐ ഡൂയിങ്? അത് ഇപ്പോഴും ഉണ്ട്, അത് നമ്മുടെ സഭകളിലും നമ്മൾ കാണുന്നുണ്ട്. എന്നാ പറയുക, ഞാൻ സഭയിൽ എനിക്ക് എന്താണ് സ്ഥാനം? ദാറ്റ് ഈസ് മൈ ഐഡൻറ്റിറ്റി. ആ സ്ഥാനം ഒന്ന് മാറ്റിക്ക്, ദാറ്റ് പേഴ്സൺ വിൽ ബി ആംഗ്രി. ആൻഡ് ആ സ്ഥാനം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ദാറ്റ് പേഴ്സൺ ഇസ് എ ഡിഫറെൻറ്റ് പേഴ്സൺ. സോ അത് ഇപ്പോഴും, ആ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ പ്രശ്നം വന്നിരിക്കുക. വാട്ട് ആം ഐ ഫീലിംഗ്? വാട്ട് ആം ഐ ഫീലിംഗ്? Earlier the sole question was, what am I doing? ഞാൻ എന്ത് ചെയ്യുന്നു? What is my position? What is my reputation? എൻ്റെ ഓക്യുപ്പേഷൻ എന്തോ, അതിലായിരുന്നു നമ്മുടെ ഐഡൻറ്റിറ്റി കണ്ടുകൊണ്ടിരുന്നത്. എത്നിസിറ്റിയിലായിരുന്നു നമ്മൾ ഐഡൻറ്റിറ്റി കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ടല്ലോ. കന്നഡിഗസ്, തമിഴ്, മലയാളീസ്, all of that goes on. North Indians, South Indians, that is going on. All over the world we have these problems. Americans, എന്നാ പറയുന്നത്, ആഫ്രിക്കൻസ്, ഇന്ത്യൻസ്, സൗത്ത് ഏഷ്യൻസ് എന്ന് പറയുമ്പോൾ ഒരു പുച്ഛം. അമേരിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ പൊക്കി വയ്ക്കും.
all of that happens. Identity issues. But we have a new problem today. And the problem is feelings. What am I feeling? അതുകൊണ്ടാണ് ഇന്ന് പല പ്രശ്നങ്ങളും നമ്മൾ എസ്പെഷ്യലി ചെറുപ്പക്കാരിൽ കാണുന്ന, പിള്ളേരിൽ കാണുന്നത്, എസ്പെഷ്യലി കോളേജസ്, സ്കൂളുകളിൽ ഈ പ്രശ്നം. ഐ ആം ഫീലിംഗ് സംതിങ്, ഐ വോണ്ട് ബി ദാറ്റ് ഫീലിംഗ്. അത് നമ്മൾ പല രീതികളിലും കാണുന്നുണ്ട്. ഇന്ന് എസ്പെഷ്യലി നമ്മൾ കാണുന്നതാണ് ജെൻഡർ ഇഷ്യൂസിലാണ് അത് കാണുന്നത്. ഓക്കെ, ഐ ഫീൽ ദാറ്റ് ഐ എം എ ഗേൾ, ഐ ഫീൽ ദാറ്റ് ഐ എം എ ബോയ്. ആൻഡ് സോ വി ഗോ ആഫ്റ്റർ അവർ ഫീലിങ്സ്. ആൻഡ് ഫീലിംഗ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. So that is why the question is still there. Who am I? ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു അതിൻ്റെ പുറകെ ഞാൻ പോകുന്നു, അതെനിക്കൊരു ഐഡൻറ്റിറ്റി തരുന്നു. ഞാൻ എന്നെക്കുറിച്ച് വിചാരിക്കുന്നു, ഞാൻ എന്തോ വലിയ സംഭവമാണ്, എനിക്ക് ഇങ്ങനെ ആവണം, എനിക്ക് അങ്ങനെ ആവണം. ഐ ഗോ വിത്ത് ഇറ്റ് ആൻഡ് ഐ കീപ് ഡൂയിങ് ദാറ്റ്. ബട്ട് ദ പ്രോബ്ലം ഈസ് there is still an incompleteness in our lives. These things, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് വിചാരിക്കുന്നു, അത് എനിക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം തരുന്നില്ല. എന്തുകൊണ്ടാണ്? Because sin is there. Sin has ravaged everything. Sin is ravaging how I think about myself. പാപം നമ്മുടെ ചിന്ത എല്ലാത്തിനും അഫക്റ്റ് ചെയ്തിരിക്കുക. ദാറ്റ്സ് വൈ നമ്മൾ ദൈവത്തിലല്ലാതെ എന്തിൽ നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി അല്ലെ നമ്മുടെ വ്യക്തിത്വം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നോ, കുറച്ച് നാളൊക്കെ ഒരു സന്തോഷം കിട്ടും അല്ലേ? കുറച്ച് നാളൊക്കെ എനിക്ക് സന്തോഷം കിട്ടും. ഓ, ഞാൻ ബൈബിൾ ടീച്ചറാണ്, അല്ലെങ്കിൽ ഞാനൊരു സുവിശേഷകൻ, അല്ലെങ്കിൽ ഞാൻ സഭ സ്ഥാപിച്ചു, അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന ഒരാളാണ്. അത് പറയുമ്പോൾ ഒരു സുഖമുണ്ട്. സത്യം പറഞ്ഞാൽ പറയുമ്പോൾ ഒക്കെ ഒരു സുഖമാണ് അല്ലേ? അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഗോഡ്ലി ജെയിംസ് ബൈബിൾ ടീച്ചർ, ഗോഡ്ലി ജെയിംസ് അത് ഇത്, അത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ആ സുഖം പിന്നെ കാണത്തില്ല. ദാറ്റ് ജോയ് ഈസ് നോട്ട് ദെയർ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും അത് കേൾക്കാൻ കൊതിക്കും. അത് എപ്പോഴും കേട്ടോണ്ടിരിക്കണം, എല്ലാ ദിവസവും കേട്ടോണ്ടിരുന്ന സന്തോഷമാണ്. പക്ഷേ ഏതെങ്കിലും ഒരു സീസണിൽ അതൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാലോ ഡിപ്രഷൻ അടിക്കും, ആങ്സൈറ്റി അടിക്കും, പ്രശ്നങ്ങൾ. ബിക്കോസ് നമ്മൾ ദൈവത്തിലല്ലാതെ എന്തിൽ we find our identity, it is definitely going to make us, it will fail us. We have no joy, we have nothing. So that's why we are trying to think about identity. I hope you understand about the importance about this whole idea of identity. അതുകൊണ്ട് സ്ക്രിപ്ചറിൽ, ദൈവവചനത്തിൽ ഓരോ ഭക്തന്മാർ അവർ എന്തുകൊണ്ട് പ്രാർത്ഥിച്ചു, അവർ എന്തുകൊണ്ട് ദൈവത്തെ പിൻപറ്റി, അവരെന്തുകൊണ്ട് ദൈവത്തോട് ഒബീഡിയൻ്റായി നടന്നു. ഇറ്റ്സ് നോട്ട് ബിക്കോസ് അവർക്ക് എന്തോ തോന്നി. പൗലോസ് എന്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു, അല്ലെ ദാവീദ് എന്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു, എന്തുകൊണ്ടാണ് ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നത്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് അവർക്ക് തോന്നി അതുകൊണ്ട് അവർ ചെയ്തു. നോ, primarily it is because they found their identity in God. They knew who they are. So നമ്മൾ ഈ ഒരു സ്റ്റഡി അവസാനിപ്പിക്കുമ്പോൾ അല്ല, ഓരോ യൂത്ത് മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ you should ask the question, who am I? And you should be able to give the answer based on the Bible. ബിക്കോസ് ഞാൻ ആരാന്ന് ഞാനല്ല പറയേണ്ടത്. ആരാ പറയേണ്ടത്? ആര് പറയണം? ഹൂ ഷുഡ് സേ? ഇറ്റ്സ് ഗോഡ് ഹൂ ഷുഡ് സേ ഇറ്റ്. ബിക്കോസ് ആരാ എന്നെ സൃഷ്ടിച്ചേ? ഗോഡ്. ആരാ എനിക്ക് ശ്വാസം തരുന്നത്? ഗോഡ്. ഇന്ന് രാവിലെ ആരാ എന്നെ എണ്ണീപ്പിച്ചത്? ഇന്ന് രാവിലെ ശ്വാസം ഇല്ലായിരുന്നു എണ്ണീക്കൂ? നെക്സ്റ്റ് മോമെൻ്റ് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ നമുക്ക് 12:30 ആകാൻ പോകുന്നു. 12:35 എന്താ സംഭവിക്കണം നമുക്കറിയോ? വി ഹോപ്പ് 12:45 1 മണി നമുക്ക് ആഗ്രഹമുണ്ട് യൂത്ത് മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോയി
ഒരു നല്ല ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലേ? സൺഡേ പോയി റെസ്റ്റ് എടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറഞ്ഞത്, നാളെയെ നനച്ച് നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്ന് കലങ്ങേണ്ട. എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ബിലീവ് ഇൻ ഗാഡ്. We believe in God because God is our creator. So that's the first thing. ഇനി നമ്മൾ അടുത്ത കുറച്ച് യൂത്ത് മീറ്റിംഗ് we will see what God says about us. Okay? What God says about us. We will see a few things what God says about us, because it matters what God says. Because who is He? He is the creator of this world. He is the king of the universe. ഈ ലോകത്തിൻ്റെ രാജാവ്, ഈ സൃഷ്ടിച്ച ദൈവം, നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ച ദൈവം. That's why children, that's why young ones, we have to study this topic. And not just young ones, all of us. It matters to all of us. നമ്മളൊക്കെ ജീവിതത്തിൽ സങ്കടം അനുഭവിക്കുമ്പോൾ, കഷ്ടപ്പാട് അനുഭവിക്കുമ്പോൾ, വ്യാകുലതകൾ, when it happens, when we are anxious, ഞാൻ ഒത്തിരി ആങ്സൈറ്റിയിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. One of my big issues in my life is anxiety. I become anxious very quickly. And when I become anxious, ഈ ചിന്ത എൻ്റെ ജീവിതത്തിൽ വരുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് ഒരു ശ്വാസം മുട്ട് വരും എനിക്ക്. And most of the time, psychologically, psychiatrically, it's called panic attacks. അത് വന്നു കഴിഞ്ഞാൽ അത് sometimes it happens in the night. നൈറ്റിൽ ഇത് ഉണ്ടാകുമ്പോൾ പിന്നെ ശ്വാസം കിട്ടത്തില്ല. And then I have to get up and sit, and then I have to take deep breaths. I have to say to myself, it's okay, Godly, God is in control. It's okay, God is in control. I have to keep telling that to myself. ഈ ജീവിതത്തിൽ ഈ സങ്കടങ്ങളും ഈ വ്യാകുലതകളും വിഷമങ്ങളും വരുമ്പോൾ എന്തുവാ നമ്മളെ സ്ട്രെങ്തൻ ചെയ്യുന്നത്? മറ്റുള്ളവർ പറയാം, Godly, it's okay, trust in the Lord. അതൊക്കെ നല്ലതാ. But at the end of the day, what helps? To know that I belong to God. That He is in control of my life. എൻ്റെ ജീവിതത്തിനെ നിയന്ത്രിക്കുന്ന ആളാരാ? എൻ്റെ നല്ല ഇടയനാരാ? എൻ്റെ ദൈവമാരാ? എന്നെ സൃഷ്ടിച്ച ദൈവമാരാ? എന്നെ അറിയുന്ന ദൈവമാരാ? See, so do you understand how we are going back to our identity question in the midst of our troubles? So it's a very important question. ഇവൻ നമ്മുടെ യേശു കർത്താവിനും അറിയായിരുന്നു കർത്താവിൻ്റെ ഐഡൻറ്റിറ്റി എന്തുവാന്ന്, ഇല്ലേ? കർത്താവിൻ്റെ സ്നാനം കഴിഞ്ഞിട്ട് കർത്താവ് എവിടെയാണ് പോയത്? മരുഭൂമിയിലേക്ക് പോയി, അല്ലേ? ആത്മാവ് കർത്താവിനെ മരുഭൂമിയിലേക്ക് പോയി. അവിടെ ആരായിരുന്നു കർത്താവിനെ കാണാൻ വന്ന ആളാരായിരുന്നു? Who was the person? പിശാച്, Satan. He tempted him. He tempted him with real temptations. 3 പ്രാവശ്യം, അല്ലേ? ആ 3 പ്രാവശ്യവും കർത്താവിൻ്റെ ഉത്തരം ഒന്ന് നോക്കിയേ. ആ ഉത്തരം നോക്കുമ്പോൾ അറിയാൻ കർത്താവ് ആരിലാ ആശ്രയിച്ചത്? ആശ്രയിച്ചേ? തൻ്റെ സ്വന്തം പിതാവ്, അയച്ചവനിലാണ് ആശ്രയിച്ചത്. So even for Christ, when he was in this world as God man, he knew who he was. He knew who sent him. He knew on whose mission he was on in this world. So that's why it's a very important question. So I hope you don't take it lightly. Okay? And ഞാൻ ആദ്യം പറഞ്ഞ പോലെ യൂത്ത് മീറ്റിങ്ങിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു 20-25 minutes maximum I will talk, and I want you to ask questions, but I know എല്ലാവരും ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല, ബിക്കോസ് ചോദ്യം ചോദിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് തിങ്. ഐ നോ ദാറ്റ്. സോ അതൊന്ന് മാറ്റിപ്പിടിക്കാമെന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക്. എല്ലാ യൂത്ത് മീറ്റിങ്ങിലും ചോദ്യം ചോദിക്കാതെ I want to have a question box. I want to have a question box here, which I will prepare, I will bring, and you can write your question on a piece of paper and you can put it in the box. പേര് എഴുതണ്ട. ഇപ്പം പേര് വെളിപ്പെടുത്താൻ യുവാന പറയാം, ഗോഡ്ലി അങ്കിൾ എൻ്റെ ചോദ്യം അറിഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ കോൺഫിഡൻസ് ഉള്ള ആൾക്കാർക്ക് പേര് എഴുതാം. ബട്ട് യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് and put it in the box. I will check those questions, and then next youth meeting വരുമ്പോൾ ആദ്യത്തെ ഒരു 5-10 minute we will be
having just answering that question. കഴിഞ്ഞ ദിവസം we were at a teens camp. ആദ്യം ക്വസ്റ്റ്യൻ ചോദിക്കാന്നൊക്കെ പറയുമ്പോൾ ആരും ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. ഒരു ടീനും ക്വസ്റ്റ്യൻ ചോദിച്ചില്ല ആരും. അപ്പം സംഘാടകർ പറഞ്ഞു, പക്ഷേ ഈ ക്വസ്റ്റ്യൻ ആരും ചോദിക്കുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഇവരൊരു പീസ് ഓഫ് പേപ്പർ അങ്ങ് പാസ് ചെയ്തു. ഈ പീസ് ഓഫ് പേപ്പർ അങ്ങ് പാസ് ചെയ്തപ്പോഴത്തേക്കും ക്വസ്റ്റ്യനിങ് വന്നു. അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എന്നെ കുലുക്കിയ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിലൊരാൾ, ഒരു ആ ക്വസ്റ്റ്യൻ എഴുതി ആരും അതിൽ പേരെഴുതിയിട്ടില്ല, അനോണിമസ് ആയിരുന്നു. അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത് നമ്മളെല്ലാവരും കേട്ടതാ. ഞാൻ എന്തിനാ ജീവിക്കേണ്ടത്? Why should I live, right? Yeah, life is full of troubles and miseries. Why should I live? Can you see the question? ഒരു കൊച്ചു ചോദിച്ചതാ, and it's so good. I really want to spend time with that കൊച്ചു, maybe personally, and talk to that kid. Because it's an identity question. Why do we have to live? And that goes back to what God says about us. So, ആദ്യത്തെ കാര്യം, first thing that we can see what God says about us is that we are created in the image of God. മനസ്സിലായോ? We are created in the image of God. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചു. That is the first thing that we should understand about our identity. So, who am I? നമ്മൾ പാട്ട് പാടി അല്ലേ? Who am I? What's the first answer? What's the first answer? I am created by God. I am created by God in His image. നമ്മൾ പെട്ടെന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒന്ന്, ബിക്കോസ് ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് എവിടെന്നാ? ഇറ്റ് ഹാസ് ടു ബി ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. ഇത് എൻ്റെ ഐഡിയ അല്ല, ആരുടെയും ഐഡിയ ആവരുത്. ഞാൻ പറയുന്നല്ലായിരിക്കണം കാര്യം. ദൈവത്തിൻ്റെ വചനം ആണ് നമ്മളെ അഭ്യസിപ്പിക്കേണ്ടത്. സോ ലെറ്റ്സ് ഗോ ടു ചാപ്റ്റർ 1 വേഴ്സ് ഓഫ് ജെനസിസ് ആൻഡ് ലെറ്റ്സ് റീഡ് ഫ്രോം വേഴ്സ് 26 to 28. ആർക്കെങ്കിലും വായിക്കാം, ഉറക്കെ വായിക്കണേ. ചാപ്റ്റർ 1 of Genesis verses 26 to 28. You can read. Then God said, Let us make man in our image, after our likeness, and let them have dominion over the fish of the sea, and over the birds of the heavens, and over the livestock, and over all the earth, and over every creeping thing and beast that creeps on the earth. So God created man in His own image. In the image of God He created him. Male and female He created them. Yes, go on. Verse 28. And God blessed them. And God said to them, Be fruitful and multiply, and fill the earth and subdue it, and have dominion over the fish of the sea, and over the birds of the heaven, and over every living thing that moves on the earth. Okay. So, നമ്മൾ ഈ വേഴ്സ്, ഈ 3 വാക്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒബ്സർവേഷൻ, നിങ്ങൾ എന്താ അതിൽ കണ്ടത്? പെട്ടെന്ന്. വാട്ട് ഡു യു സീ ഇൻ ദാറ്റ് വേഴ്സ്? അർത്ഥം പറയണ്ട, ബട്ട് വാട്ട് ഡു യു സീ ഇൻ ദാറ്റ് വേഴ്സ്? Made in His likeness. Okay, that's the first one. Okay, very good. We are made in His likeness. That's good. Anything else you see in that passage? Okay. Created them as male and female. That's a very good point. We'll come back to it. Yes. Okay. God created human beings and gave them dominion or rule over the created things. Okay, very good. Anything else that you see? Merlin, you see anything from those 3 verses? Yeah. Okay. Yeah, just give an observation from the passage. No, we'll
keep it to this now, and then we'll come back to that. Yeah. Eh? Yeah, in our image. God says, let us make mankind in our image. Yes. That's an observation. Our. So there's a plurality that we see over there. Okay? Let us. അതിനു മുമ്പ് പറയുന്നുണ്ട് let us എന്ന് പറയുന്നുണ്ട്. Okay? Let me എന്നല്ല ദൈവം പറയുന്നത്. Let us എന്ന് പറയുന്നുണ്ട്. അതിന്റെ കാരണം എന്തുവാ? Yes, most scholars they believe that way before even Trinity started to be revealed in Genesis 1, us and our is showing plurality. There's a plurality of persons in the Godhead. Okay, ദൈവം ഒന്ന് പക്ഷേ മൂന്ന് ആളത്വത്തിൽ. It's a very difficult truth to understand. Don't make any analogies on it. Okay, മുട്ട ആദ്യം വന്നോ, കോഴിയാണോ ആദ്യം വന്നത്, മുട്ടയാണോ വന്നത്, അങ്ങനെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. എന്ത് അനാലജി വെച്ച് നമ്മൾ തൃത്വം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയോ, we will end up creating heresies. Okay? Don't explain it using analogies. Whoever has done it has made mistakes to do that. Get back to God's word. Okay? So, it's a very difficult doctrine to understand, but by faith, God has revealed it to us. Okay, so it says, let us. It's called a magisterial plurality. ദൈവം മൂന്നാളത്വത്തിലുള്ള ദൈവം, മൂന്ന് ദൈവങ്ങളല്ല, but one God in three persons, and all of these three persons are 100% God. Okay, so yeah. Anything else you see? Okay. God gave them a command, right? Be fruitful and multiply and fill the earth. Okay, so ഇവിടെ എന്തോ നമ്മൾ കാണുന്നത്? ഇവിടെ we understand that God is taking the effort or the initiative to make mankind. Like every other creation, ദൈവം അവസാനം ആരെ സൃഷ്ടിക്കുന്നത്? മനുഷ്യനെ. So the creation of mankind is the climax, is the highest pinnacle of God's creation. അതുകൊണ്ടാണ് എല്ലാം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, ഓരോ ദിവസം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ദൈവം എന്താ പറഞ്ഞേ? ഇറ്റ് ഈസ് ഗുഡ്. പക്ഷെ മനുഷ്യനെ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴോ? ഇറ്റ് ഈസ് വെരി ഗുഡ്. ദർ ഈസ് an additional adjective or an additional emphasis on the goodness that God gives here. Okay, so God creates mankind. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? അതിൽ നമ്മൾ ഒരു സത്യം നമുക്ക് മനസ്സിലാവും. And don't forget this truth. God is our creator and we are his creation. ഇന്നത്തെ ഐഡന്റിറ്റി ഇഷ്യൂസിന്റെ മെയിൻ പ്രശ്നം എന്തുവാ? What is the main problem? This truth has been ignored. This is sin. It is sin. This truth has been ignored. ഇന്ന് എന്തുകൊണ്ടാണ് ആൾക്കാർ കഷ്ടപ്പെടുന്നത്? ഈ തത്രപ്പാട് കാണിക്കുന്നത്, ഇങ്ങനെ പ്രിറ്റൻഡ് ചെയ്യാൻ, ഞാനിതാണ്, നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്യണം, why? This truth has been forgotten or ignored. അതാണ് നമ്മളിവിടെ എഴുതി വെച്ചേക്കുന്നത്. സത്യം പറഞ്ഞ എല്ലാ സൺഡേയും നമുക്കൊരു റിമൈൻഡർ ഇവിടെ കിട്ടുന്നുണ്ട്. Who is our maker? God is our maker and we are his creation. So that creator-creation distinction ശരിക്കും നമ്മൾ എല്ലാ ദിവസവും ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളിതൊക്കെ കേട്ട് എല്ലാ പ്രസംഗത്തിലും കേൾക്കും, എല്ലാ പ്രബോധനത്തിലും കേൾക്കും. ഇതൊക്കെ കേട്ട് സത്യം പറഞ്ഞാൽ നമുക്കിതൊക്കെ we have lost ഇതിനൊന്നും ഒരു പുതുമയില്ല. ബട്ട് വാട്ട് ഈസ് ഗോഡ് വാണ്ടിങ് ഫോർ? ഇന്ന് ദൈവം എന്താ ലോകത്തോട് പറയുന്നത്? What is one thing that God is telling to the world? I am your creator. I made you. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയേ? So that they can. So God created them in his likeness. അപ്പൊ ഈ ലൈക്ക്നെസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തുവാ? സാദൃശ്യം. അതിന്റെ അർത്ഥം എന്തുവാ? His image. What is the meaning of that? Does it mean
that God made us to look like Him. Is that the meaning? Okay, attributes. Okay, because we cannot look like God. Because why? God is a spirit being. He is a spiritual being. The only time ദൈവം മനുഷ്യനായിട്ട് വന്ന എപ്പോഴാ? യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ. ദാറ്റ് ഈസ് ദി ഓൺലി ടൈം. ആൻഡ് അത് 33.5 വർഷമേ ഉള്ളായിരുന്നു. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻഡ്? യേശു ക്രിസ്തു തിരിച്ചുപോയി. Then he became the same. Then he continues to be as God man, but where? In heaven, in God's presence. So, God is a spiritual being. So, if we say that God, ദൈവം നമ്മളെ ദൈവത്തെ പോലെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, that's not right. We don't look like God. Because nobody has seen God. The only time anybody saw God was when? When Jesus Christ was standing right in front of them. എന്നിട്ട് അവർക്ക് മനസ്സിലായോ? ഓർത്ത് നോക്കിയേ, യേശു ക്രിസ്തു നേരെ മുമ്പിൽ നിൽക്കുക, അവരുടെ ഈ യഹൂദന്മാരുടെ മുമ്പിൽ നിൽക്കുക. എന്നാ പറഞ്ഞേ, ആരും പഠിപ്പിക്കാത്ത രീതിയിൽ പഠിപ്പിക്കുന്നു. പഠിപ്പീര് കേട്ടപ്പോഴത്തേക്കും ആൾക്കാർ പറഞ്ഞു എന്തുവാ, ഇങ്ങനത്തെ പഠിപ്പീര് ഇങ്ങനെ ആരും പഠിപ്പിക്കുന്നു കേട്ടിട്ടില്ല. റൈറ്റ്? He is doing miracles after miracles, raising people from the dead. ഒരാളൊരു എന്നാ പറഞ്ഞ പാരാലിസിസ് ബാധിച്ച ഒരാളെ മുമ്പിൽ കൊണ്ടുവച്ചപ്പോൾ കർത്താവ് ആദ്യം എന്താ പറഞ്ഞത്? എണ്ണീട്ട് നടക്കാനാണോ പറഞ്ഞത്? എന്താ പറഞ്ഞത്? സാധാരണ എന്താ പറയേണ്ടത്? എണ്ണീട്ട് നടക്കുക അല്ലേ? അതിനു വേണ്ടിയല്ലേ ഈ മനുഷ്യൻ വന്നത്. പക്ഷേ കർത്താവ് പറഞ്ഞത് എന്തുവാ? നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. ക്യാൻ യു ഇമാജിൻ? അതെങ്കിലും കേട്ടപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവേണ്ടതല്ലേ? അല്ലെങ്കിൽ ബിക്കോസ് ആർക്ക് പറയാൻ പറ്റും നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കും? എനിക്ക് പറയാൻ പറ്റുമോ? യുവാന, യുവർ സിൻസ് ആർ ഫോർഗിവൺ പറയാൻ പറ്റുമോ? ഞാൻ അങ്ങനെ പറഞ്ഞാൽ യു ഷുഡ് ടെൽ മീ. ഗോഡില്ലെങ്കിൽ വേറെ പണി നോക്കാൻ പറയണം. യെസ്, ബിക്കോസ് who can forgive sins? One who doesn't have sins. Who is that person? Only God. Only God. So, യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ദൈവം പറയാ, I am God. I can forgive sins. But they missed the point. They couldn't get it. സ്വന്തം ശിഷ്യന്മാർക്ക് പോലും കിട്ടിയില്ല. So, here it says that God made us in our image. അതിന്റെ അർത്ഥം എന്തുവാ? God, it means that God is making us as His representatives. That's what it means. Now, representative-ന്റെ അർത്ഥം എന്തുവാ? ഇപ്പം എൻ്റെ ഫാദറിനെ പലരും കല്യാണത്തിന് വിളിക്കും നാട്ടിൽ. എൻ്റെ ഫാദർ എവിടെയാ? ന്യൂഡൽഹിയിൽ. അപ്പോൾ ഡാഡി എന്നെ വിളിച്ച് പറയും, എനിക്ക് വരാൻ പറ്റത്തില്ല. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോൻ കൊച്ചിയിലുണ്ട്, എൻ്റെ മോൻ എന്നെ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ആ അങ്കിള് എന്നെ വിളിക്കും. ഡാഡീനെ ഞാൻ ഫോൺ വിളിച്ചു, ഡാഡീനെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്, പക്ഷേ കല്യാണത്തിന് ഡാഡിക്ക് വരാൻ പറ്റത്തില്ല. അതിനുവേണ്ടി ആര് വരണം? ഞാൻ പോകണം. അപ്പോൾ ഞാനെങ്ങനെ? എനിക്കാണെങ്കിൽ ഈ അങ്കിളിനെ അറിയത്തില്ല, ഈ ആൻറ്റി അറിയില്ല, ഈ കുടുംബത്തെ എനിക്കറിയില്ല. അങ്ങനെ പല കല്യാണങ്ങളും ഞാൻ എൻ്റെ ഡാഡിയോട് പറഞ്ഞിട്ടുണ്ട്. ഡാഡി പോയിക്കോ, എനിക്ക് സമയമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഈ എല്ലാ കല്യാണത്തിനും പോകാൻ സമയമുണ്ട്, പിന്നെ എനിക്ക് അതല്ലേ പണിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പല കല്യാണം ഞാൻ പോകാറില്ല, ബിക്കോസ് ഇറ്റ്സ് ടു മച്ച്. ബട്ട് ചില കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ട്. റീസെൻ്റ്ലി ഒരു കല്യാണത്തിന് പോയി. എനിക്ക് അങ്കിളിനെ ഞാൻ കണ്ടിട്ട് പോയി, ആദ്യമായിട്ട് അങ്കിളോട് സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ എങ്ങനെയാണ് അവിടെ കയറി ചെന്നത്? I am representing my father. അപ്പോൾ ആ അങ്കിൾ എന്നെ കണ്ടപ്പോൾ എങ്ങനെയാ പറഞ്ഞത്? ആ അങ്കിൾ എന്തുകൊണ്ട് എന്നെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത്? എൻ്റെ അപ്പനോട് റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ടാണ് എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു, ആ ജെയിംസിൻ്റെ മോനല്ലേ, ഗോഡ്ലി ആണോന്നല്ല ചോദിച്ചത്, ജെയിംസിൻ്റെ മോനല്ലേ. That is what it means to be created in the image of God. We are put in this world as what? As who? As God's representative. So, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, നടക്കുമ്പോൾ, ഓരോന്നും ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? We are God's representatives. ഈ ഇമേജ്, ഈ സാദൃശ്യം എന്ന് പറയുന്ന ഹീബ്രു പദത്തിൻ്റെ എന്നാ പറയുന്നത്, അതിൻ്റെ റിയൽ മീനിങ് ഈസ് വൺ ഹൂ ഇസ് ഇൻ ദ സ്പ്ലിറ്റിംഗ്
image. Spitting image means, നമ്മൾ പലപ്പോഴും പറയില്ല അവൻ അപ്പനെ പോലെ തന്നെ ഇരിക്കണത്. അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞിട്ടില്ല, ഞങ്ങളെ പലരെയും കുറിച്ച് പറഞ്ഞിട്ടില്ല, അപ്പനെ പോലെ ഇരിക്കണം. ഓ, പലരും എന്നെ നോക്കി പറയുന്നത് എന്തോന്നറിയാം, ഞാൻ എൻ്റെ ഡാഡിയുടെ ഇമേജാണെന്ന് പറയുന്നത്. ഒരിടത്ത് കല്യാണത്തിന് പോയപ്പോൾ ഒരു അങ്കിൾ എൻ്റെ അടുത്ത് ഓടി വന്നു, ഇവിടെ നോർത്ത് അസംബ്ലിയിലെ ഒരങ്കിളാണ്, ഓടി വന്നു. എനിക്കാണ് ഈ അങ്കിളെ അറിയത്തില്ല. എന്നോട് നേരെ ജെയിംസിൻ്റെ മോനല്ലേ. ഐ വാസ് ലൈക്ക്, ഞാൻ അങ്ങളോട് ചോദിച്ചു, അങ്കിൾ എങ്ങനെ അറിയാം, എന്നെ എങ്ങനെ അറിയാം? അയ്യോ, ജെയിംസിനെ പോലെ തന്നെ, പറിച്ചു വെച്ച പോലെ തന്നെ ഇരിക്കണമെന്ന്. ആ സംസാരം, ആ ചിരിയും, ഇങ്ങനെ സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഓ വാവ്, ഈ അങ്കിളിനെ എന്നെ മനസ്സിലായല്ലോ, എൻ്റെ ഡാഡീനെ കണ്ടിട്ടുണ്ട്. That is what it means to be in the image of God. We are created as God's representatives. അപ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണം? We have to be showing the attributes of God, as you said, Ivana. We have been given certain attitudes. ചില ആട്രിബ്യൂട്ട്സ് ദൈവം ആർക്കും കൊടുക്കത്തില്ല, ഇല്ലേ? അങ്ങനത്തെ ഒരു ആട്രിബ്യൂട്ട് പറയാൻ പറ്റുമോ? ദൈവത്തിൻ്റെ ഒരു ആട്രിബ്യൂട്ട് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാത്തൊരു ആട്രിബ്യൂട്ട് ഏതാ? ഓംനിപോട്ടൻ്റ്. അതിൻ്റെ അർത്ഥം എന്തുവാ? വലിയ വാക്കാ. അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞേ. ഓംനിപോട്ടൻ്റ്. ഗോഡ് ഈസ് ഓംനിപോട്ടൻ്റ്. ഓ, എന്ത് രസം കേൾക്കാൻ. അതിൻ്റെ അർത്ഥം എന്തുവാ? ഓൾ പവർഫുൾ. നമ്മൾ ഓൾ പവർഫുൾ ആണോ? ഒരു പനി അടിച്ചാൽ ദേ പോയി, ഒരു തലവേന അടിച്ചാൽ പോയി, അത്രേ ഉള്ളൂ നമ്മളൊക്കെ, അല്ലേ? പിന്നെ എന്തുവാ? ഒംനിഷ്യൻ. അത് വേറെ വാക്കാ. ഒംനിഷ്യൻ. ഗോഡ് ഈസ് ഒംനിഷ്യൻ. ഈസ് ഓൾ നോയിങ്. നമുക്കെല്ലാം അറിയോ? എൻ്റെ മനസ്സിൽ ഇപ്പം എന്താ നടക്കണമെന്ന് പറയാൻ പറ്റുമോ ജോസഫിന്? അങ്ങനെ വല്ലതും പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഓടും. We don't know everything. Our knowledge is very, very, very limited. പക്ഷെ നമ്മൾ നടക്കുന്നത് എങ്ങനെയാണ്? ഓ, എല്ലാം അറിയാവുന്ന മട്ടിലാണ് നമ്മൾ നടക്കുന്നത്. പിന്നെ വേറെ ഒരെണ്ണം കൂടെ പറഞ്ഞേ, ദൈവത്തിൻ്റെ ഒരു ഓംനി പ്രസന്റ്. വാട്ട് ഡസ് ദാറ്റ് മീൻ? ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും എന്നെ അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ടോ? Right? So there are certain attributes that God has not shared. Okay, there's one more. God is eternal. He is our eternal God. നമ്മൾ ഇറ്റേണൽ ആണോ? സോറി, നമുക്ക് ഇറ്റേണൽ ആകാൻ ഭയങ്കര ഇഷ്ടമുള്ളവരല്ലേ? അങ്ങ് എത്ര വേണമെങ്കിലും മരിക്കാനൊന്നും ഒരു താല്പര്യമില്ല. അത് മരണത്തെക്കുറിച്ച്, എനിക്ക് മരണത്തെക്കുറിച്ച് ഭയങ്കര ഭീതിയുള്ള ഒരാളാണ്. എനിക്ക് എൻ്റെ മരണത്തെക്കുറിച്ചും ഭീതിയുണ്ട്, എൻ്റെ ഭാര്യയുടെ മരണത്തെക്കുറിച്ചും ഭീതിയുണ്ട്, എൻ്റെ മക്കളുടെ മരണത്തെക്കുറിച്ച് എനിക്ക് ഭീതിയുള്ള ആളാണ്. ചിലപ്പം എൻ്റെ ആങ്സൈറ്റിയുടെ പല റീസൺസ് എന്തുവാണെന്നറിയോ? എൻ്റെ മക്കൾക്ക് എന്ത് സംഭവിക്കും, പുള്ളിക്കാർത്തിക്ക് എന്ത് സംഭവിക്കും, എനിക്ക് വല്ലതും പറ്റി അവർക്ക് എന്തുണ്ടോ, ഇതൊക്കെയാണ് എൻ്റെ ഭീതി. So that makes me anxious. So we are not eternal. We are people who are born and who will die. Our birth date is fixed. Our death date is fixed. 2 സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. ഇന്ന് നമുക്കിതെല്ലാം കിട്ടിയല്ലോ. ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ കൊണ്ടിടും. അടുത്ത വർഷം നമ്മൾ 1 കൊരിന്ത്യർ പഠിക്കും, ക്വിസ് എഴുതും, അടുത്ത സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷെ 2 സർട്ടിഫിക്കറ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കി. എൻ്റെ കർത്താവ്, അതിൽ എന്താ എഴുതിയിട്ടുണ്ടെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അത് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ എന്നെ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് വേറെ ഒരെണ്ണം വേണം. എന്തുവാ? എൻ്റെ മരണ സർട്ടിഫിക്കറ്റ്. 2 സർട്ടിഫിക്കറ്റ്സ്. ദാറ്റ്സ് വൈ ഗോഡ് സേസ് ഐ ഹാവ് ഓർഡൈൻഡ് യുവർ ഡേയ്സ്. അതുകൊണ്ടാണ് മോശ പറയുന്നത്, ടീച്ച് മീ ടു നമ്പർ ദ ഡേയ്സ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ദിവസങ്ങൾ എണ്ണാൻ പഠിപ്പിക്കണേ കർത്താവേ. So that is what it means to be in the image of God, to be God's representatives in this world. And ഈ representatives എന്താ ചെയ്യേണ്ടത്? ദൈവത്തെ ഈ ലോകത്തിൽ റെപ്രസെന്റ് ചെയ്യണം. We have to represent, and that's why ഇന്ന് നമ്മൾ രാവിലെ കേട്ട പോലെ, when we obey the Lord, when we submit to the Lord, നമ്മൾ അങ്ങനെ ജീവിതം ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ എന്താ കാണേണ്ടത്?
ഓ ഗോഡ്ലി, എന്നാ നല്ലൊരു വിശ്വാസിയാണ്. നമ്മൾ ചിലരൊക്കെ സൂപ്പർ വിശ്വാസികൾ എന്ന് വിളിക്കുന്നുണ്ട്. ചിലർ നമ്മൾ എന്താ പറയുന്നത്, പ്രെയർ വാരിയർ എന്ന് പറയും. അങ്ങനെയൊക്കെ നമ്മൾ ആൾക്കാരെ വിളിച്ചു കളയും. ചിലരെ നമ്മൾ ദാസൻ എന്ന് പറയും, ശ്രേഷ്ഠദാസൻ എന്ന് പറയും, അതിശ്രേഷ്ഠദാസൻ എന്നും പറയുന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ ലോകത്തിൽ ദൈവത്തിൽ ആശ്രയി ജീവിച്ച ആർക്കാ ക്രെഡിറ്റ് കിട്ടേണ്ടത്? നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന്. സോ ഹു ക്രിയേറ്റഡ് us? ലെറ്റ്സ് എൻഡ് ഓവർ ഹിയർ. എനിക്ക് ഒരു വാക്യം കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. ദാറ്റ് ഇസ് Psalm 139 verse 13 and 14. അത് ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. നെക്സ്റ്റ് ക്ലാസ്സിന് വരുമ്പോൾ, നെക്സ്റ്റ് യൂത്ത് മീറ്റിംഗ് വരുമ്പോൾ നിങ്ങളത് ചിന്തിച്ചിട്ട് വേണം വരാൻ. Psalm 139 verse 13 and 14. അത് സങ്കീർത്തനക്കാരൻ്റെ കുറിച്ചുള്ള ഒരു ഐഡിയ പറഞ്ഞു തരുവാ നമുക്ക്. ദാവീദിനെ കുറിച്ച് എന്നെ പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന സത്യം, ദൈവം നമ്മളെ സൃഷ്ടിച്ചു എന്ന കാര്യം ദാവീദ് എങ്ങനെ മനസ്സിലാക്കി, അത് നമ്മൾ Psalm 139. If you can, please read the whole Psalm, especially read verse 13 and 14. And next week, next time, the first Sunday of the month, we will look into that. So, just to conclude. So, who am I? We are God's creation. ഇത് പേരൻസ് ഇത് പിള്ളേർക്ക് എല്ലാ ദിവസവും പറഞ്ഞു കൊടുക്കണം. I am trusting the Lord. I tell that to my children every single day because my children should know it. I should be reminded of that. We are God's image bearers. We are created as spiritual in nature. We are made to know God. നമ്മുടെ ഒറ്റ ലക്ഷ്യം എന്തായിരിക്കണം? ശരിയാ, പഠിക്കണം, കോളേജിൽ നന്നായിട്ട് പഠിക്കണം കേട്ടോ. യു നീഡ് ടു ഹാവ് ഗുഡ് ഗ്രേഡ്സ്. യു ഓൾ നീഡ് ടു ഹാവ് ഗുഡ് ഗ്രേഡ്സ്. യു നീഡ് ടു ഹാവ് ഗുഡ് ജോബ്സ്. പൈസ ഉണ്ടാക്കണം, വളരെ ആവശ്യം. പൈസ ഇല്ലാതെ ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഭയങ്കര വിഷമമാണ്, ഭയങ്കര. അത് ആങ്സൈറ്റിയുടെ വേറൊരു റീസണാണ് റിസോഴ്സസ് ഇല്ലാതെ പോകുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിനൊക്കെ നമുക്ക് സക്സസ് വേണം. ശരിയാ. മറ്റുള്ളവർ നമ്മളെ മാന്യന്മാരായിട്ട് കാണണം. ശരിയാ, എല്ലാം ഗുഡ്. നിങ്ങൾക്കൊക്കെ കല്യാണം കഴിക്കാൻ താല്പര്യം വരും, ഒരു ഫാമിലി വേണം, അതൊക്കെ നല്ലതാണ്. പക്ഷെ ദ മെയിൻ റീസൺ വൈ ഗോഡ് ഹസ് ക്രിയേറ്റഡ്, വൈ? ദാറ്റ് വി know him, that we live as his spitting image, representatives of this God. അതുകൊണ്ട് humanity is not an accident. Humanity is not a mere collection of cells. It's not some atoms colliding. No. God has created us as his people. God has made us in his own breath. He has made us with his own hands. He knows our life. He owns us. അപ്പോൾ നമുക്ക് പല ഫീലിങ്സ് ഒക്കെ നമുക്ക് വരും. എനിക്ക് അങ്ങനെ ആയാൽ കൊള്ളാം, എനിക്ക് ഇങ്ങനെ ആയാൽ കൊള്ളാം, ഞാൻ ഇങ്ങനത്തെ ഒരു ട്രാപ്പ് ബോഡിയിലാണ് ജീവിക്കുന്നത്. എനിക്ക് വേറെ ഒരെണ്ണം ആവണം, എനിക്ക് അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം. അങ്ങനത്തെ ചിന്താഗതികളൊക്കെ വരുമ്പോൾ വാട്ട് ഷുഡ് യു ടെൽ യുവർ സെൽഫ്? വാട്ട് ഷുഡ് യു റിമൈൻഡ് യുവർ സെൽഫ്? ഈ തോട്ടൊക്കെ വരും. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഈ പാപം നിറഞ്ഞിരിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ തോട്ടൊക്കെ വരും. ആ തോട്ട് വരുന്നതിൽ തെറ്റില്ല. അതൊക്കെ ബൈ നേച്ചറാണത്. പക്ഷെ ആ തോട്ട് വരുമ്പോൾ എന്താ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന വചനത്തിൽ? ടേക്ക് എവറി തോട്ട് ക്യാപ്റ്റീവ് ആൻഡ് പുട്ട് ഇറ്റ് സബ്മിസീവ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോൾ പലരും ചോദിക്കും, പല പിള്ളേരും വന്ന് പറയും, ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്. യു ട്രൈ ടു ഡിസ്കവർ യുവർ സെൽഫ്. ഇന്നത്തെ ഒരു വാക്കുകളാണ് അതൊക്കെ. ഡിസ്കവർ യുവർ സെൽഫ്, ഫൈൻഡ് യുവർ സെൽഫ്. Is there anything else that you hear in college? YOLO. You only live once. അതുകൊണ്ട് live like you want. അതിനൊക്കെ നമുക്കുള്ള ഉത്തരം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഒത്തിരി ടോളറേറ്റ് ചെയ്യേണ്ട നമുക്ക് ഒരു സ്വഭാവമുണ്ട്. നമുക്കിതൊക്കെ ടോളറേറ്റ് ചെയ്യാൻ തോന്നും. പീസ്ഫുൾ. ശരിയാ, നമ്മൾ ഉത്തരം പറയണം. പക്ഷെ വി ഷുഡ് ബി ഏബിൾ ടു ടെൽ അവർ ഫെലോ സ്റ്റുഡൻസ്, യു നോ വാട്ട്, I believe in a God, the God of the Bible, the God of the universe. I believe that He created me. And I believe in the Bible.
ആ ഉറപ്പോടെ നമുക്ക് സംസാരിക്കാൻ. ആൻഡ് ടെൽ ഇറ്റ് വിത്ത് ജെന്റിൽനെസ്. അടിച്ച് ഇരുത്തി വർത്താനം പറയരുത്, പ്ലീസ്. Because you want to help them also. You want to be kind to them because they are also created in the image of God. Every single person is created in the image of God. So when people come to you, when your fellow students come to you and talk to you like that, you can tell them, you know what, I believe in this God. എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് ഫ്രം ദുബായ്. ഷീസ് 20 years old. 20 years old. She's having a rare heart disease. അപ്പൻ മരിച്ചുപോയി, ചെറുപ്പത്തിലെ മരിച്ചുപോയി. ഹാർട്ട് ഡിസീസ്. ഷീസ് ഇൻ കോളേജ് ഫസ്റ്റ് ഇയർ ഇൻ ദുബായ്. ഷീ സ്റ്റഡിങ് ക്രിമിനോളജി, സൈക്കോളജി ആൻഡ് ക്രിമിനോളജി. അവൾ വന്നിട്ടുണ്ട്. ജസ്റ്റ് 2 days back I took her to Aster Hospital. ദുബായിൽ ആസ്റ്ററിൽ കാണിച്ചു, NMC കാണിച്ചു. ഡോക്ടേഴ്സ് ഒന്നും മനസ്സിലാവുന്നില്ല ഈ പ്രശ്നം എന്തുവാ. ഒരു പെട്ടെന്നൊരു പാൽപിറ്റേഷൻ വരും, എന്നിട്ട് ഈ പെങ്കൊച്ചങ്ങ് ക്ഷീണിച്ചങ്ങ് വീഴുക. Nobody knows what is happening. The doctors in Dubai are clueless. Finally എന്നെ വിളിച്ചു പറഞ്ഞു, ഗോഡ്ലി, I want to come to കൊച്ചിൻ, അവിടെ നല്ല ഡോക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ആസ്റ്ററിൽ പോയി ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഹോൾ ഡേ അമ്മയും ഉണ്ട്, ബ്രദറുണ്ട്, സിസ്റ്ററുണ്ട്, ഞങ്ങൾ രണ്ടുപേരുണ്ട്, ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് ഇച്ചിരി സമയം അവളോട് മാത്രം കിട്ടി. ഇവരെല്ലാവരും കൂടെ എന്തോ കഴിക്കാൻ പോയി. ഞാനും ആ പെങ്കൊച്ചും ഒരുമിച്ചിരുന്നു. I quickly asked her a question. How does trusting the Lord work in all of this? ഇത്ര വിഷമമല്ല നിൻ്റെ ലൈഫിൽ? 20 വയസ്സിൽ ഇങ്ങനെ അസുഖം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു മച്ച്. ഐ അണ്ടർസ്റ്റാൻഡ്. ഇതിലെല്ലാം നീ എങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഉടനെ എന്നോട് പറയാ, അങ്കിൾ, ഗോഡ്ലി അങ്കിൾ, പറ്റുന്നില്ല. ഐ എം ടയേർഡ്. എനിക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടല്ലേ? What are the questions you are asking? അപ്പോൾ പറഞ്ഞു, I question the Lord. Sometimes എനിക്ക് ദൈവത്തോട് ദേഷ്യം വരും. എന്തിനാ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇതെനിക്ക് തന്നത്? എന്നാൽ എത്ര പ്രാവശ്യം കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ പറഞ്ഞറിയോ, ഐ റിയലി ഹോപ്പ് ഇവിടുത്തെ ഡോക്ടറിന് എന്തെങ്കിലും ഒരു ഇതിൻ്റെ റീസൺ ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ. ബിക്കോസ് റീസൺ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇതിലേക്കല്ല തിരിച്ചു പോകേണ്ടത്. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞതിന് ഞാൻ അതെല്ലാം കേട്ടു. ഐ വാസ് ജസ്റ്റ് ലിസണിങ് ടു ഹർ. ഇതെല്ലാം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞോളൂ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നോട് പറഞ്ഞു, പക്ഷേ ഗോഡ്ലി അങ്കിൾ, ഐ നോ വൺ തിങ്, ഐ ബിലോങ് ടു ഗോഡ്. And she said one more statement. God is sovereign. He created me. Can you imagine that? I belong to God. ദൈവത്തിന് അറിയാം എൻ്റെ ഹൃദയത്തിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്. So he will take care of me. Why are we doing all of this? Why do we do all of this? Why are we teaching all of this? I can do something else with you guys. I want you guys to realize this. Kids, I want you to realize, all of us sitting here, we are in a terrible world. Things are happening left, right, and center in our lives. But what is the thing that holds us together? God has created us and we belong to Him. So, whatever ideas are thrown at you, stay true to the Word of God. He owns you, all of us. He owns me. Because I am safe in His hands. Okay? So let's read Psalm 139, study that Psalm, look at those verses, come back next Sunday, we will discuss. Any questions quickly? You had something to ask, or you will ask me later? You'll ask me later. Very good. Okay. Anything else? Any other questions you have? As I said, we will be introducing a question box. Please ask your questions. Sammy, if you have any questions, you can put that in that box. Okay? Everyone, you have this opportunity. Okay? So, let's pray. Varghese Sangle, ഒന്ന് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാനേ.